നമസ്കാരം. ഈ വീഡിയോ കണ്ടുകൊണ്ട് തുടങ്ങാം. ഒരല്പം സന്തോഷവും ഒരല്പം ദുഃഖവും തരുന്ന ഒരു വീഡിയോയാണ്. കണ്ടാൽ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടല്ലോ, ആ മുത്തശ്ശി ആരാണെന്ന് എനിക്കറിയില്ല. ആ മുത്തശ്ശിയുടെ ഉള്ളിലെ മനോവികാരം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കുമെല്ലാം മനസ്സിലാകും ആ വീഡിയോ കണ്ടാൽ മാത്രം. മുത്തശ്ശി വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഈ ആക്രി പറക്കി വിറ്റ് ജീവിക്കുന്ന, സ്വന്തം ജീവിതോപാധി കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ആ വ്യക്തിയിലേക്ക് നമുക്ക് തിരികെ വരാം. ഇനി മറ്റൊരു വീഡിയോ കാണാം. ഒന്ന് കണ്ടുപോകും. രണ്ടാമത് കാട്ടിയ വീഡിയോ നിങ്ങൾ പലതവണ സ്വാതന്ത്ര്യദിന മുതൽ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. തത്വമയി ന്യൂസ് ഓൺലൈനിൽ ആദ്യമായിട്ട് ആ വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചത് തത്വമയി ന്യൂസ് തന്നെയാണ്. ഈ ഒരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചത് സോണിയാഗാന്ധി നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് കൃത്യമായി പ്രേക്ഷകരുടെ മുമ്പിൽ ആദ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ എത്തിച്ചത് തത്വമയി ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വീഡിയോകളും ബാക്ക് ടു ബാക്കായിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായി പ്രേക്ഷകരുടെ മുമ്പിൽ ഞാനിപ്പോൾ കാണിച്ചത് ഒരു കാര്യം വ്യക്തമായി പറയാനാണ്. സ്വദേശിയും വിദേശിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ തുണികളുടെ ക്വാളിറ്റിയിലല്ല, ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ദേശീയതയുടെ കാര്യത്തിൽ, രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്വദേശിയും വിദേശിയും തമ്മിലുള്ള വ്യത്യാസം അതുണ്ട്. സോണിയാഗാന്ധി AICC ആസ്ഥാനത്ത് ദില്ലിയിൽ ദേശീയ ഗീതം ആലപിക്കുമ്പോൾ പ്രകടിപ്പിച്ച അസ്വസ്ഥതയും
ആ വൃദ്ധ, ആ മുത്തശ്ശി വഴിയിൽ കൂടി പോകുന്നൊരു ജാഥയ്ക്ക് നൽകുന്ന ആ സല്യൂട്ടും ആ വ്യത്യാസം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. സ്വദേശിയും വിദേശിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുണ്ട്, ഇല്ല എന്നാര് പറഞ്ഞാലും 1968 രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത് ഭാരതത്തിലെത്തി 1983 വരെ ഭാരത പൗരത്വം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഒരു വ്യക്തിക്ക് ഭാരതത്തോട് വലിയ സ്നേഹമാണ് ഇന്ന് ഏത് KC വേണുഗോപാൽ പറഞ്ഞാലും, ഏത് രാഹുൽ ഗാന്ധി പറഞ്ഞാലും, ഏത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞാലും, അല്ലെങ്കിൽ പ്രിയങ്ക വാദ്ര പറഞ്ഞാലും അവരുടെ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ ഒരു ഭാരതീയന് അത് ബോധ്യപ്പെടുകയുള്ളൂ. സോണിയാഗാന്ധിയുടെ ഈ കഴിഞ്ഞ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്ന AICCയുടെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങുകളിൽ അവർ പ്രകടിപ്പിച്ച ആ ഒരു പ്രവർത്തന രീതി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അസ്വസ്ഥത കൊണ്ട് തന്നെ ഭാരതീയർക്ക് ബോധ്യപ്പെടും അവർക്ക് ദേശസ്നേഹമെന്നുള്ളത് ഏത് ദേശത്തോടാണുള്ളത്, അല്ലെങ്കിൽ വിരോധമെന്നുള്ളത് ഏത് ദേശത്തോടാണെന്നുള്ളത്. ഭാരതത്തോടും ഭാരതത്തിൻ്റെ ഒരു ദേശീയ അഭിമാന ചിഹ്നങ്ങളോടും ഒരു നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ പൈതൃകം വിളിച്ചോതുന്ന ഇത്തരത്തിലുള്ള ദേശീയ ഗീതത്തോടുമൊക്കെ അവർക്കുള്ള അമർഷവും ഒരു അസ്വസ്ഥതയും എല്ലാം ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഈ അമർഷം അവർ പ്രകടിപ്പിക്കുന്നതിൻ്റെ, പരസ്യമായി പ്രകടിപ്പിച്ചതിൻ്റെ കാരണം വോട്ട് ബാങ്ക് ആണോ, അല്ലെങ്കിൽ ജിഹാദികളെ പ്രീണിപ്പെടുത്താനാണോ എന്നുള്ളതൊന്നും ഈ വീഡിയോയിൽ വിഷയമല്ല. കാരണം ഈ വീഡിയോയിൽ സ്റ്റാർ ആ വൃദ്ധയാണ്, ആ പാവപ്പെട്ട വൃദ്ധയാണ്. അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ദേശീയതയ്ക്ക് മുൻപിൽ നാം എല്ലാം എഴുന്നേറ്റ് നിന്ന് അവർക്കൊരു സല്യൂട്ട് നൽകണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാണുമ്പോൾ ഒരല്പം വിഷമവും നമുക്ക് തോന്നും. ആ വൃദ്ധയുടെ ഒരു സ്ഥിതി കണ്ട്, ദരിദ്രയായി ജീവിക്കുന്ന ആ വൃദ്ധയുടെ ഒരു സ്ഥിതി കണ്ട് ആ വൃദ്ധയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് BJP സർക്കാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ആ വൃദ്ധയുടെ ആ അവസ്ഥയ്ക്ക് കാരണം BJP സർക്കാരല്ല. കാരണം കഴിഞ്ഞൊരു 12 വർഷങ്ങൾ കൊണ്ടാണ്, അവരുടെ പ്രായമൊക്കെ വെച്ച് നാം ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിലാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് 68 വർഷങ്ങൾ ഗരീബി ഹട്ടാവോ എന്ന് ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞ് ഗരീബുകളുടെ എണ്ണം, അതായത് ദരിദ്രനാരായണന്മാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന കോൺഗ്രസ് സർക്കാർ, പ്രധാനമായും കോൺഗ്രസ് സർക്കാരുകളാണല്ലോ ഭരിച്ചിരുന്നത്. ഇടയ്ക്കൊരു 5 വർഷക്കാലം ഒരു 13 ദിവസങ്ങൾ അങ്ങനെയുള്ള ചെറിയ കാലയളവിൽ BJP സർക്കാർ വന്നിരുന്നു. പിന്നെ കോൺഗ്രസ് ഏതര സർക്കാരുകൾ വന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഏതാണ്ട് ഒരു 50ഓളം വർഷങ്ങൾ അടുപ്പിച്ച് ഭാരതത്തെ നിരന്തരമായി ഭരിച്ചു മുടിപ്പിച്ച കോൺഗ്രസിൻ്റെ ഭരണകാര്യസ്ഥത ഉണ്ടല്ലോ, ഭരണത്തിലെ അവരുടെ ഒരു കഴിവിൻ്റെ തെളിവ് കൂടിയാണ് ആ പാവം വൃദ്ധ, ദേശസ്നേഹിയായ ആ വൃദ്ധ. അതുകൂടി എപ്പോഴും നാം ഓർത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വൃദ്ധയുടെ ദരിദ്രാവസ്ഥയിൽ എന്നാലും അവരാരുടെയും മുമ്പിൽ ഭിക്ഷ എടുക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അവരെന്തോ ആക്രി പറക്കിയൊക്കെ വിറ്റ് സ്വന്തം ഉപജീവന മാർഗം കണ്ടെത്തുകയാണ് എന്നാണ് ആ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി അങ്ങോട്ടേക്ക് അവർക്ക് അത്തരത്തിലൊരു ജീവിതം നയിക്കേണ്ടി വരാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ വയോധികരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതൊരു ഓൾഡ് ഏജ് ഹോമാണെങ്കിലും സർക്കാരിൻ്റെ കീഴിൽ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന്, അതായത് സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ വരേണ്ടത് ഇത്തരത്തിലുള്ള വയോധികരെ, ആശ്രയമില്ലാത്ത വയോധികരെ സംരക്ഷിക്കുവാനുള്ള ആലയങ്ങളും ആതുരാലയങ്ങളുമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് BJP സർക്കാർ പല പദ്ധതികളിലൂടെ അത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ അത്തരത്തിലുള്ളൊരു പ്രവൃത്തികൾ പൂർണ്ണതയിലെത്തുവാൻ സമയമെടുക്കും. 12 വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. കാരണം അതിനോടൊപ്പം തന്നെ ഈ 40-48 വർഷങ്ങൾ കോൺഗ്രസ് ചെയ്ത ദ്രോഹത്തിനുള്ള പരിഹാരങ്ങളും കാണണം. ഇനി ഈ വൃദ്ധയിലേക്കും സോണിയാഗാന്ധിയിലേക്കും തിരികെ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സ്വദേശിയും വിദേശിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് നമ്മുടെ പ്രധാന വിഷയം. ഈ വിദേശിയെ നമ്മുടെ ഭരണക്രമത്തിൻ്റെ തലപ്പത്ത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒരു പ്രധാനമന്ത്രി ആകുന്ന ഒരു ഘട്ടം വരെ എത്തിയതാണ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ, അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥയുടെ ദൗർഭാഗ്യമാണ്. കാരണം സുബ്രഹ്മണ്യ സ്വാമി, APJ അബ്ദുൽ കലാമിന് ഇവരുടെ പൗരത്വത്തെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്ന രീതിയിലൊരു കത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സോണിയാഗാന്ധി
10 വർഷങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് തന്നെ നമ്മെ ഭരിച്ചേനെ. പക്ഷേ അത്തരത്തിലൊരു കത്ത് സ്വാമി എഴുതിയത് കൊണ്ട്, രാഷ്ട്രപതി അതിനെ പ്രതി ഒരു സംശയം ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പാടി നടക്കുന്ന പ്രധാനമന്ത്രി പദം നൽകപ്പെട്ടിട്ടും വേണ്ട എന്ന് പറഞ്ഞ മഹാമനസ്കയാണ് സോണിയാഗാന്ധി എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മൻമോഹൻ സിംഗ് എന്ന പാവയെ മുൻനിർത്തി സൂപ്പർ പ്രധാനമന്ത്രിയായി അവർ നമ്മെ ഭരിച്ചു. പ്രധാനമന്ത്രിയായി ഭരിച്ചില്ലെങ്കിൽ സൂപ്പർ പ്രധാനമന്ത്രിയായി അവർ ഭരിച്ചു. ചൈനയെപ്പോലുള്ള നമ്മുടെ എപ്പോൾ വേണമെങ്കിലും ശത്രുത പുറത്തെടുക്കാവുന്ന അയൽക്കാരനുമായി ഒരു രഹസ്യ എഗ്രിമെൻ്റ് വരെ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വരെ കോൺഗ്രസ് ഒപ്പിടുന്ന തരത്തിലേക്കായിരുന്നു രാജ്യത്തെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് വിദേശ നയങ്ങളെ സംബന്ധിച്ച്. സ്വദേശ നയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിബറലൈസേഷനൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് പറയുകയാണെങ്കിലും ഗ്രാമാന്തരങ്ങളിലും നഗരപ്രാന്തങ്ങളിൽ ജീവിക്കുന്നവർക്കും എല്ലാം ജീവിതം നരകതുല്യമാക്കി കൊടുത്ത 10 വർഷങ്ങളായിരുന്നു UPA സർക്കാരിൻ്റെ ഭരണം. അതിനു മുൻപുള്ള ഭരണക്രമത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. കമ്മീഷൻ രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ ഉണ്ടാകുന്നത്, വളർന്നു വരുന്നത് പൂർണ്ണമായും തടഞ്ഞു. സഞ്ജയ് ഗാന്ധി മാരുതി എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാശ്രയം, ഒരു സ്വയം പര്യാപ്തത ഭാരതം കണ്ടെത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ തടസ്സം സോഷ്യലിസം എന്ന വികലമായ ആശയത്തിലൂന്നി ജനാധിപത്യം നടപ്പാക്കുവാൻ ശ്രമിച്ച നെഹ്റുവിൻ്റെ പിൻഗാമികളും തന്നെയായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയുടെ ഒരു ശോചനീയാവസ്ഥയ്ക്ക് കാരണം. 2013 വരെ ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ. അവിടെയും പ്രതീകം ഈ വൃദ്ധ തന്നെയാണ്. ആദ്യം നമ്മൾ കണ്ട ആ മുത്തശ്ശി തന്നെയാണ്. ആ മുത്തശ്ശി സുഖമായി ജീവിക്കുന്ന കാലത്ത് മാത്രമേ ഭാരതം പരമവൈഭവം അടയുകയുള്ളൂ. ആ മുത്തശ്ശിയെപ്പോലെ നിരവധി ആളുകൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ പൂർണ്ണമായും സുരക്ഷിതമായും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഓരോരുത്തരെയും, ഇത്തരത്തിലുള്ള ഓരോ മുത്തശ്ശിമാരെയും, കാരണം ഈ വിദേശികളെ ചുമന്നുകൊണ്ട് നടക്കുന്നതിലും എത്രയോ വലിയൊരു കാര്യമാണ്, ഒരു ധാർമ്മികമായ കാര്യമാണ് ഇത്തരത്തിലുള്ള മുത്തശ്ശിമാരെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് നമ്മുടെ പിന്തുണയും വേണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഈ 2 വീഡിയോകളും ഒന്നിന് പിന്നാലെ ഒന്നായി പ്രേക്ഷകരെ കാട്ടിയത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.